മറുഭാഗത്തേക്ക് പോകുമ്പോൾ പ്രതീക്ഷിക്കാത്ത തോൽവി എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും ഇടതുപക്ഷത്തിന് LDFന് സംഭവിച്ചിട്ടുള്ളത്. അവിടെ ഇതാ 10 കൊല്ലം സ്റ്റേറ്റ് കാറിൽ, അതായത് കേരളത്തിൻ്റെ നമ്പർ 1 കാറിൽ സഞ്ചരിച്ചിരുന്ന മുഖ്യമന്ത്രി ഇനി എസ്കോർട്ടും പൈലറ്റും ഒന്നും ഇല്ലാതെ ആണ് വാഹനത്തിൽ യാത്ര തുടരാൻ പോകുന്നത്. ഔദ്യോഗിക വാഹനം ഒഴിവാക്കി AKG സെന്ററിന്റെ വാഹനത്തിൽ ആയിരിക്കും മുഖ്യമന്ത്രി ഇനി എത്തുക എന്നുള്ളതാണ്. VV അരുൺ ആണ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഒരുപക്ഷെ നമുക്കറിയാം കഴിഞ്ഞ 10 വർഷം CM-നെ നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമാണ് പിണറായി വിജയനെ കണ്ടിട്ടുള്ളത് എങ്കിൽ ഇനി ആ പദവിയില്ലാത്ത പിണറായി വിജയനെയാണ് നമുക്ക് കാണേണ്ടതായി വരുന്നത്. ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം ഉണ്ടാകുമോ? അത് നമുക്ക് രണ്ടാമത് പരിശോധിക്കാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, രാജി സമർപ്പിച്ചുവെങ്കിലും ഗവർണർ സ്വീകരിച്ചെങ്കിലും സാങ്കേതികമായി ഇപ്പോഴും പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, കാവൽ മുഖ്യമന്ത്രിയാണ്. 10:50 അദ്ദേഹം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും. വിമാനത്താവളത്തിലാണ് ഞാനുള്ളത്. സാധാരണ മുഖ്യമന്ത്രിയുടെ യാത്രയൊക്കെ വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സുരക്ഷയൊക്കെ വലിയ വിവാദമായി. ഇപ്പോഴും വലിയ സന്നാഹം, എയർപോർട്ട് വിമാനത്താവളത്തിലെ സുരക്ഷയാണ്. വലിയ പോലീസ് സന്നാഹവും ഇവിടെയുണ്ട്. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം കണക്കിലെടുത്താണ് പോലീസ് സന്നാഹം ഇവിടെ ഉള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ യാത്രകൾ, അതിൽ കർശന സുരക്ഷ, അത് വലിയ വിവാദമായി പലപ്പോഴും മാറിയിട്ടുണ്ട്. ജനജീവിതം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വലിയ അകമ്പടി വാഹനങ്ങളോടുകൂടി പിണറായി വിജയൻ പോകുന്നു എന്ന വലിയ വിമർശനം അദ്ദേഹം നേരിട്ടതാണ്. ഈ കാവൽ മുഖ്യമന്ത്രിയായ പിണറായി പക്ഷേ ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിക്കില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയാൽ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് പോകാൻ AKG സെന്ററിന്റെ വാഹനമാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാകില്ല, പൈലറ്റും എസ്കോർട്ടും ഉണ്ടാകില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ പിണറായി വിജയൻ എസ്കോർട്ടും പൈലറ്റും ഇല്ലാതെ സഞ്ചരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ എസ്കോർട്ടും പൈലറ്റും തന്നെ വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഇടയിൽ വലിയ അമർഷമുണ്ടാക്കിയിരുന്നു. വലിയ അനാവശ്യ സന്നാഹങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്ന വിമർശനം പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നതാണ്. പിണറായി വിജയൻ എയർപോർട്ടിൽ നിന്ന് പോകുന്നത് AKG സെന്ററിന്റെ ഈ വാഹനത്തിലാണ്. ഈ വാഹനത്തിൽ അദ്ദേഹം ഇവിടെ നിന്ന് പോകും. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്കല്ല പോകുന്നത്, AKG സെന്ററിലേക്കാകും പിണറായി വിജയൻ പോവുക. നാളെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. CPI സംസ്ഥാന സെക്രട്ടറിയോട് കഴിഞ്ഞ ശേഷമാകും പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാഹനത്തിൽ പോലീസിന്റെ സുരക്ഷാ പരിശോധനയൊക്കെ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ വാഹനത്തിൽ അദ്ദേഹം AKG സെന്ററിലേക്ക് പോകും. അവിടെ അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് പോകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ പിണറായി വിജയൻ രാജി സമർപ്പിച്ചിരുന്നു. ഗവർണർ സ്വീകരിച്ചു. അതിനുശേഷം പിണറായി ഇനി ക്ലിഫ് ഹൗസിലേക്ക് പോകുമോ എന്ന കാര്യത്തിലാണ് വ്യക്തതയില്ലാത്തത്. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളനുസരിച്ച് അദ്ദേഹം AKG സെന്ററിലേക്കാണ് പോകുന്നത്. ക്ലിഫ് ഹൗസിലെ താമസവും അദ്ദേഹം ഉടൻ മാറ്റുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ കൃത്യമായ വിവരമില്ല. പക്ഷേ ഒരുപക്ഷെ അതും ഉണ്ടായേക്കാം. അദ്ദേഹം ഒന്നുകിൽ AKG സെന്ററിലേക്ക് പോകാം, അല്ലെങ്കിൽ AKG ഫ്ളാറ്റ്. കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം മാറി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്ന ശേഷം AKG സെന്ററിന് എതിർവശത്തുള്ള സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾക്കായി CPM പണികഴിപ്പിച്ച ഫ്ളാറ്റ്, പിണറായി വിജയന്റെ ഫ്ളാറ്റ് ഇപ്പോഴും മറ്റാരും ഉപയോഗിക്കുന്നില്ല. അത് അവിടെ അടഞ്ഞു കിടക്കുകയാണ്. പിണറായി വിജയനെ കാത്തു കിടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ അദ്ദേഹം അവിടേക്ക് താമസം മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇന്ന് അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തത വന്നിട്ടില്ല. എസ്കോർട്ടും പൈലറ്റും ഇല്ലാതെ പിണറായി ഇവിടെ നിന്ന് പോകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ബോംബ് സ്ക്വാഡിന്റെയൊക്കെ പരിശോധന ഈ വാഹനത്തിൽ നടത്തിയിരുന്നു. ഏതായാലും 10:50 പിണറായി വിജയൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തുകയാണ്. അദ്ദേഹം ഇവിടെ നിന്ന് പോകുമ്പോൾ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു, ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രിയാണ്. 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഇന്ന് 5-ാം തീയതി ക്യാബിനറ്റ് യോഗം ചേരാം, അത് നേരിട്ട് ചേരണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയതാണ്. സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന വിവരം ഗവർണറെ അറിയിക്കാൻ അത്തരത്തിൽ നേരിട്ട് ക്യാബിനറ്റ് ചേരാൻ തീരുമാനിച്ചത്. പക്ഷേ 13 മന്ത്രിമാർ ഉൾപ്പെടെ തോറ്റതോടുകൂടി ആ ക്യാബിനറ്റ് നടത്താനുള്ള തീരുമാനം മുഖ്യമന്ത്രി വേണ്ടെന്ന് വച്ചു. തൊട്ടു പിന്നാലെ അദ്ദേഹം ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിക്കുകയായിരുന്നു. പിണറായി വിജയൻ ഏതായാലും മുഖ്യമന്ത്രി അല്ലാതെ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയൻ ഇപ്പോൾ MLA മാത്രമായി ഇവിടേക്ക് എത്തുകയാണ്. കാവൽ മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും അതിന്റെ സന്നാഹങ്ങളൊന്നും വേണ്ട, സംവിധാനം വേണ്ട എന്ന് പിണറായി തീരുമാനം എടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് അദ്ദേഹം എസ്കോർട്ടും പൈലറ്റും ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയത്. അതുകൊണ്ടാണ് അദ്ദേഹം ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് AKG സെന്ററിന്റെ പാർട്ടി വാഹനത്തിൽ ഇപ്പോൾ AKG സെന്ററിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ക്ലിഫ് ഹൗസിലെ താമസം കൂടി അദ്ദേഹം ഇന്ന് തന്നെ അവസാനിപ്പിക്കുന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. അഭിലാഷ്. സൂചിപ്പിക്കുന്ന പോലെ തന്നെ മുഖ്യമന്ത്രി ഇത് ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയാണ്, കാവൽ മുഖ്യമന്ത്രിയാണ് എങ്കിൽ പോലും അദ്ദേഹം യാത്ര ചെയ്യുന്നത് എന്നതാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന് പ്രത്യേകമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത്
തീർച്ചയായും ഉത്തരവാദിത്തം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ യാത്രകൾ, സുരക്ഷാ സംവിധാനങ്ങൾ പലപ്പോഴും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിന് കാരണം ഒരുപക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ചുമതല ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുമ്പ് ഉമ്മൻചാണ്ടി ആയിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ യാത്രകളുമായി ജനങ്ങൾ അതിനെ താരതമ്യം ചെയ്തിട്ടുണ്ടാകാം. ഒരുപക്ഷേ ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവുക, ആൾക്കൂട്ടത്തിനിടയിലേക്ക് മുഖ്യമന്ത്രി ഇറങ്ങിച്ചെല്ലുക, പാതയോരങ്ങളിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി പലരും കൈ പൊക്കി കാണിക്കാനും മുദ്രാവാക്യം മുഴക്കാനും ഒക്കെ കാത്തിരിക്കുക. പക്ഷേ പിണറായി വിജയൻ കടന്നു പോകുന്ന പാതകളിൽ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ വാഹനങ്ങൾ മാറ്റി നിർത്തുന്നു, ആളുകളെ മാറ്റി നിർത്തുന്നു. അങ്ങനെയുള്ള ഒരു ഗതാഗത സംവിധാനത്തിലൂടെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്നത്. അതാണ് വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയത്. ഒരു പരിധിവരെയെങ്കിലും ആ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് ഇത്തരം UDFിൻ്റെ വിജയത്തിലെന്ന് നമുക്ക് അനുമാനിക്കേണ്ടതായി വരും. കാരണം അതുകൊണ്ടായിരിക്കാം ആലപ്പുഴയിലെ AD തോമസിൻ്റെ വിജയം എന്നെങ്കിലും CPM-കാർ പോലും സമ്മതിക്കുന്നുണ്ട്. കാരണം നവകേരള യാത്രയ്ക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു അതിക്രമം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ക്രൂരമർദ്ദനം, ആ മർദ്ദനമേറ്റ യുവാവ് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.